പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം? പരീക്ഷ എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല. കാരണം അതൊരു യുദ്ധമല്ല. നമ്മളുടെ അറിവ് എത്രത്തോളം ഉയർന്നുവെന്ന് സ്വയം തെളിയിക്കുന്ന, നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുന്ന ഒരവസരമാണിത്. അവസാനത്തെ നിമിഷത്തെ തിരക്കിനേക്കാൾ ദിവസേനയുള്ള, മടി കൂടാതെയുള്ള, സ്ഥിരമായിട്ടുള്ള ചെറിയ ശ്രമങ്ങളാണ് നമുക്ക് വിജയം നൽകുന്നത്. ആദ്യം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കൃത്യമായി തീരുമാനിക്കുക. എത്ര മാർക്ക് ഈ പരീക്ഷയിൽ നേടണം? ഏത് പരീക്ഷയാണ് നമ്മൾ കൂടുതൽ എഴുതേണ്ടത്? പരീക്ഷയ്ക്ക് എത്ര സമയത്തിനുള്ളിൽ മാനസികമായി തയ്യാറെടുക്കണം എന്നെല്ലാം കൃത്യമായി എഴുതി വയ്ക്കുക. വളരെ വ്യക്തമായ ദിശയാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം സിലബസ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിക്കുക. ഒരു വലിയ പുസ്തകം ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഓരോ ദിവസവും പഠിക്കേണ്ട വിഷയങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുക. ചെറിയ വിജയങ്ങൾ വലിയ ആത്മവിശ്വാസങ്ങൾ നൽകും. സമയക്രമം തയ്യാറാക്കണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് പഠിക്കുവാൻ ശ്രമിക്കുക. ഏറ്റവും ശ്രദ്ധയുള്ള സമയത്ത്, അതായത് നമുക്ക് ശ്രദ്ധ കിട്ടുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ പഠിക്കുക. 1 മണിക്കൂർ പഠിക്കുക, 10 മിനിറ്റ് ഇടവേള എടുക്കുക. ഓരോ വിഷയത്തിലും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, എങ്ങനെ ചെയ്താൽ ശരിയാകും എന്നിവയെല്ലാം സ്വയം ചോദിക്കുക. എല്ലാം മനസ്സിലാക്കി പഠിച്ച് കൂടുതൽ അറിവ് നേടിയാൽ അത് കൂടുതൽ കാലം ഓർമ്മയിൽ നിൽക്കും. പഠിച്ചതിന് ശേഷം അത് കൂടുതൽ എഴുതി പരിശീലിക്കണം. പരീക്ഷ എഴുതുവാനുള്ള കഴിവ് വായിച്ചതുകൊണ്ട് മാത്രം ലഭിക്കില്ല. പഴയ ചോദ്യപേപ്പർ നിശ്ചിത സമയപരിധിക്കുള്ളിൽ എഴുതി തീർക്കുക. ഇതിലൂടെ സമയ നിയന്ത്രണവും ആത്മവിശ്വാസവും കൂടുതൽ വർദ്ധിക്കും. ഓരോ ആഴ്ചയും സ്വയം വിലയിരുത്തുക. ഏത് വിഷയത്തിലാണ് തനിക്ക് കുറവ് മാർക്ക് എന്ന് കണ്ടെത്തി അതിൽ കൂടുതൽ സമയം നൽകുക. സ്വയം തെറ്റുകൾ തിരിച്ചറിയുന്ന വിദ്യാർത്ഥി അതിൽ വിജയിക്കും. ആരോഗ്യവും ഉറക്കവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മതിയായിട്ടുള്ള ഉറക്കം, പോഷകാഹാരം, കുറച്ച് വ്യായാമം എന്നിവ പഠനശേഷി കൂടുതൽ വർദ്ധിപ്പിക്കും. ആസൂത്രണമില്ലാത്ത പഠനം ലക്ഷ്യമില്ലാത്ത യാത്ര പോലെയാണ്. ഓരോ ദിവസവും ചെറിയ അളവിൽ സ്ഥിരമായി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് വലിയ വിജയങ്ങൾ നേടുക. വിജയമെന്നത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. ദിവസേനയുള്ള ക്രമമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ് നമുക്ക് ലഭിക്കുന്ന മധുരമായിട്ടുള്ള വിജയം. വിജയത്തിൻ്റെ മധുരം നുകരുന്നത് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ സഹിച്ചാണ്.